100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും 1 ഡസനോളം മന്ത്രിമാർ തോൽക്കുമെന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിനു പോകുമെന്നും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അയാൾ പ്രഖ്യാപിച്ചപ്പോൾ കഴിവുകെട്ട പ്രതിപക്ഷ നേതാവിന്റെ വായിപ്പാട്ട് എന്ന് പരിഹസിച്ചവരുണ്ട്. ആക്ഷേപഹാസ്യങ്ങൾ കൊണ്ട് വേട്ടയാടിയവരുണ്ട്. ഈ പ്രഖ്യാപനം നമ്മെ ട്രോളാനുള്ള വടിയായി മാറുമെന്ന് പരസ്പരം ചർച്ച നടത്തിയ UDF പ്രവർത്തകരുണ്ട്. പാർട്ടി തോറ്റാലും കുഴപ്പമില്ല, അയാൾ രാഷ്ട്രീയം മതിയാക്കി പോകുന്നത് കാണാൻ കാത്തിരുന്ന തലമുതിർന്ന നേതാക്കൾ അയാളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ UDFൽ നിന്നും അകറ്റാൻ അയാൾക്ക് നേരെ സംഘീച്ചാപ്പ കുത്തിയവർ വേറെയുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും അയാൾ വിപ്ലവകരമായ ഒരു വിളവെടുപ്പിനുള്ള ജോലിയിലായിരുന്നു. റിസൾട്ടിന്റെ തലേ ദിവസം വരെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പലരുടെയും പേര് നിർദ്ദേശിക്കുന്നത് കണ്ടു. തോൽക്കാൻ പോകുന്ന നിങ്ങളെന്തിനാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് തലപുണ്ണാക്കുന്നതെന്ന് ഇടതു പ്രൊഫൈലുകൾ ട്രോളുകൾ നിരത്തി. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് പുലരുമ്പോൾ അവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടാവും.